അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന സംവാദം എ ജബ്ബാറും അയ്യൂബ് മൗലവിയും തമ്മിൽ നടന്നിരിക്കുന്ന സംവാദത്തിൽ ജബ്ബാർ മാഷ് കാണിച്ചിരിക്കുന്ന തരികിടയും കുതന്ത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു അലങ്കാരം പോലെയാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അതിൻ്റെ ഏറ്റവും പ്രകടമായിരിക്കുന്ന ഒരു വിഷയമാണ് ആദ്യ വിഷയാവതരണത്തിന് ശേഷം അയ്യൂബ് മൗലവി മുന്നോട്ട് വച്ചിരിക്കുന്ന കാര്യങ്ങളിൽ മറുപടി പറയാൻ അദ്ദേഹം കൃത്യമായി ശ്രമിക്കുന്നതിന് പകരം ഞാൻ ഇതിന് ശേഷം ഇന്നോ നാളെയൊക്കെ ആയിട്ട് വിശദമായ വീഡിയോയിലൂടെ മറുപടി പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത്. ആ ഭാഗം നമ്മളൊക്കെ കേട്ടതാണ്, അതൊന്നുകൂടി കേൾക്കാവുന്നതാണ്. ഇതിന് വിശദമായ ഒരു മറുപടി ഒന്നോ രണ്ടോ മൂന്നോ പാർട്ടായിട്ട് വീഡിയോ രൂപത്തിൽ ചെയ്ത് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇന്നോ നാളെയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. യഥാർത്ഥത്തിൽ അയ്യൂബ് ഉന്നയിച്ച വാദങ്ങൾക്കും ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വാദങ്ങൾക്കുമെല്ലാമുള്ള എൻ്റെ വിശദീകരണം ആ വീഡിയോയിലായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുക. പിന്നെ മാത്രമല്ല, ഇതൊക്കെ യൂട്യൂബിൽ ഇനി പിന്നെ മറുപടി പറയുകയാണെങ്കിൽ പിന്നെ സംവാദത്തിന് പ്രസക്തിയൊന്നുമില്ല, ഇവിടെ വെച്ച് പറയണം. അത് 2 മണിക്കൂറല്ല, അൽ കലാമുൽ മജീസ് ചുരുക്കി പറയലാണ്. ഇവിടെ ഞാൻ പറഞ്ഞ വാദങ്ങൾക്ക് എനിക്ക് ഇവിടുന്ന് പറയാം, ഇത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ ഞാൻ പറയുന്ന പറഞ്ഞാൽ പിന്നെ അതിൽ വല്ല അർത്ഥമൊന്നുമില്ല, ഇവിടെ പറയണം. ഇവിടെ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നൊരു കാര്യം, ഇവിടെ സമയമില്ലാത്തതുകൊണ്ട്, ഇവിടെ പരിമിതമായ സമയമുള്ളൂ, അതുകൊണ്ട് പിന്നെ വിശദമായി മറുപടി പറയേണ്ടതാണ്, അതുകൊണ്ട് ഞാനത് ഇന്ന് നാളെയൊക്കെ ആയിട്ട് വീഡിയോ വഴി പറയാമെന്നാണ് വിചാരിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ ഒരു നല്ല കളി നടന്നിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം ഈ പറഞ്ഞ അടുത്ത ദിവസം ഇറക്കിയിരിക്കുന്ന വീഡിയോയുടെ തുടക്കത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത്, പിന്നെ ഒരു സംവാദം എന്ന് പറയുമ്പോൾ അതിൽ സമയം പരിമിതമായിരിക്കും, അതുകൊണ്ട് ചില കാര്യങ്ങൾ വിശദമായി പറയാനവിടെ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ ചില കാര്യങ്ങൾ ഇവിടെ റെഡിയാക്കി വെക്കുകയാണ്, പറയുകയാണ്, ആവശ്യമാണെങ്കിൽ അത് ഉപയോഗിക്കാം എന്നൊക്കെയുള്ള ഒരു ആമുഖത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ വരുന്നത്. അതിൻ്റെ കാരണം, അദ്ദേഹം ഈ സംവാദത്തിന് ശേഷം ഇറക്കിയിരിക്കുന്ന ഏതാണ്ട് 41 മിനിറ്റോളം ദൈർഘ്യമുള്ള ആ വീഡിയോ അദ്ദേഹം നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്, തലേ ദിവസം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്തു വെക്കാനുള്ള കാരണം എന്താ? സംവാദത്തിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടത്ര സമയം കിട്ടില്ല എന്നാണ് ന്യായം. യഥാർത്ഥത്തിൽ ഈ സംവാദത്തിന് അതിൻ്റെ പ്രധാന സംഘാടനവും അതുപോലെ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ചത് ഇവർ തന്നെയാണ്. മാത്രമല്ല, സംവാദത്തിൻ്റെ രൂപം, ഓരോ വിഷയാവതരണം, അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഖണ്ഡനങ്ങൾ, ഇതൊക്കെ എത്രയാണ് സമയം തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചത് ഈ ജബ്ബാർ മാഷ ടീമാണ്. അവരാണ് നിശ്ചയിച്ചത്. വിഷയാവതരണം 20 മിനിറ്റ്, ശേഷമുള്ള ചർച്ച 10 മിനിറ്റ് എന്നൊക്കെ പോലുള്ള കാര്യങ്ങൾ അവർ നിശ്ചയിച്ചാണ്. അപ്പോൾ അങ്ങനെ അവർ നിശ്ചയിക്കാൻ തന്നെയുള്ളൊരു കാരണം യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിഷയങ്ങളിൽ വിശദമായി സംസാരിക്കേണ്ടി വരും, മറുപടി പറയേണ്ടി വരും എന്നറിയാത്തത് കൊണ്ടല്ല. വിശദമായി തന്നെ മറുപടി പറയേണ്ടി വരുമെന്നറിയാം, പക്ഷേ അങ്ങനെ മറുപടി പറയുമ്പോൾ വിശദമായ മറുപടി അയ്യൂബ് ഭാഗത്തുനിന്നും വരും. അത് വരാതിരിക്കാൻ വേണ്ടി സംവാദ സമയം പരമാവധി വെട്ടിച്ചുരുക്കുകയും എന്നിട്ട് പിന്നീടുള്ള സമയത്ത് നമുക്കതിനെ അവലോകനം ചെയ്തുകൊണ്ടും മറ്റുമൊക്കെ പിന്നെ വിശദമായി സംസാരിക്കാം എന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഒരുക്കിയിരിക്കുന്ന ഒരു കളിയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ പുതിയ വീഡിയോയിലെ പിന്നെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതും നമുക്കിതിൻ്റെ കൂടെ ഒന്ന് കേട്ട് നോക്കാവുന്നതാണ്. സംവാദം പരിമിതമായ സമയം ആയതുകൊണ്ട് തന്നെ അവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം കാര്യങ്ങൾ പറയാൻ കഴിയും എന്നറിയില്ല. അവിടെ പറയാവുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശദമായ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. സംവാദത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു ദിവസമാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. സംവാദം കഴിഞ്ഞ് ആവശ്യമെങ്കിൽ ഈ വീഡിയോ കൂടി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് ശരിക്കും ഈ ജബ്ബാർ മാഷ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പലവിധത്തിലുള്ള കുതന്ത്രങ്ങളുടെയും തട്ടിപ്പുകളുടെയും ഒക്കെ ഒരുപക്ഷെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി നമുക്കിതിനെ കാണാൻ പറ്റും. അത് നമ്മൾ ആ നിലക്ക് തന്നെ മനസ്സിലാക്കേണ്ടതുമാണ്. രണ്ടാമത്തെ കാര്യം, ഈ അടുത്ത ദിവസം ഇറക്കിയിരിക്കുന്ന വീഡിയോയിലൂടെ അദ്ദേഹം പറയുന്നത്,
പ്രധാനമായും പറയാൻ ശ്രമിക്കുന്നത്, ഒന്ന് തനിക്ക് അറബി ഭാഷ അറിയില്ല, അതറിയില്ലെങ്കിലും ഖുർആൻ പഠിപ്പിക്കാൻ, ഖുർആൻ ക്ലാസ് എടുക്കാനൊന്നും അത് തടസ്സമല്ല എന്ന ന്യായം, അതിനു വേണ്ടിയുള്ള ന്യായങ്ങൾ ഉദ്ധരിക്കാനാണ് കാര്യമായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. അതിന് കുറേ ന്യായങ്ങൾ പറഞ്ഞു. ഇവിടെ ഖുർആൻ പഠിപ്പിക്കുന്ന എല്ലാവരും, ഖുർആൻ ക്ലാസ് എടുക്കുന്ന എല്ലാവരും അറബി ഭാഷ അറിയുന്നവരാണോ? അങ്ങനെ അറിയേണ്ടതുണ്ടോ? അങ്ങനെ അറിയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ പലർക്കും അറബി ഭാഷ അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അതിലും അയാൾ പെട്ടുപോകുന്നത് വേറെ വിഷയമാണ്. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായി ലോകത്തെമ്പാടും തന്നെ എന്ന് പറയാം, ഒരുപാട് രാഷ്ട്രങ്ങളിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ മുന്നണിയിൽ നിൽക്കുന്ന ഒരു പണ്ഡിതൻ തന്നെയാണ് ഡോക്ടർ സാക്കിർ നായിക്. ആ സാക്കിർ നായിക്കിന് അറബി ഭാഷ അറിയില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭാഷ അറിയില്ല, യാതൊരു വിവരമില്ല, ഒന്നും അറിയില്ല അറബിയിൽ. എന്നിട്ടും അദ്ദേഹം ഖുർആനിൽ ഗവേഷണം നടത്തുന്നു, ഖുർആൻ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, ക്ലാസ് എടുക്കുന്നു, ലോകം മുഴുവൻ നടന്ന് സഞ്ചരിച്ച് അങ്ങനെ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതിനൊന്നും അറബി ഭാഷ പഠിക്കേണ്ടതില്ലേ എന്നാണ് ഇയാളുടെ ചോദ്യം. യഥാർത്ഥത്തിൽ സാക്കിർ നായിക്കിൻ്റെ സംസാരത്തിൻ്റെ ഒരു ശകലം അദ്ദേഹം ഇവിടെ കേൾപ്പിക്കുന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒന്നുകിൽ ആ സംസാരത്തിൻ്റെ അപ്പുറമൊക്കെ അതിൻ്റെ മറ്റു വിശദമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ അദ്ദേഹം തൻ്റെ ഒരു വിനയം കൊണ്ട് സംസാരിച്ചതാവാൻ മാത്രമേ സാധ്യതയുള്ളൂ. കാരണം താൻ ഒരു വലിയ മഹാപണ്ഡിതനാണ്, അറബി ഭാഷയിൽ വലിയ ആഴത്തിൽ പഠിച്ചിരിക്കുന്ന ഒരാളാണ് എന്നൊക്കെ വിചാരിക്കേണ്ടതില്ല എന്ന നിലക്കുള്ള ഒരു സംസാരം. കാരണം അതിൽ തന്നെ പറയുന്നുണ്ട്, ഞാനൊരു ഹാഫിളാണെന്ന് വിചാരിക്കുന്നുണ്ട് പലരും, പക്ഷെ അങ്ങനെയല്ല, ഞാൻ ഹാഫിളല്ല എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആളുകളുടെ ഒരു ധാരണ കുറച്ചൊക്കെ ഒന്ന് തിരുത്തി കൊടുക്കാനും അതോടൊപ്പം ഞാൻ മഹാപണ്ഡിതനാണ് എന്ന ഒരവസ്ഥ ആളുകൾ വിചാരിക്കേണ്ടതില്ല എന്ന നിലക്കുമൊക്കെയുള്ള ഒരു വിനയത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംസാരമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ തോന്നാൻ കാരണം എന്താ വെച്ചാൽ, സാക്കിർ നായിക്ക് അറബി ഭാഷ പഠിക്കാൻ വേണ്ടി അറബ് നാട്ടിൽ തന്നെ പോയി മാസങ്ങളോളം ചിലവഴിച്ച് അവിടുത്തെ ഒരു സ്ഥാപനത്തിൽ, എന്ന് പറഞ്ഞാൽ പ്രത്യേകം കൃത്യമായിട്ട് പറയാലോ, മദീനയിലെ ഒരു സ്ഥാപനത്തിൽ, ഫോറിനേഴ്സിന് അറബി ഭാഷ പഠിപ്പിക്കുന്നൊരു സ്ഥാപനത്തിൽ അദ്ദേഹം അറബി ഭാഷ പഠിച്ചിട്ടുണ്ട്. ആ അദ്ദേഹത്തെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട അധ്യാപകരിൽ ഒരു അധ്യാപകനെ വേണമെങ്കിൽ നിങ്ങൾക്കിവിടെ കാണുകയും ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ സ്ക്രീനിൽ കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ പേര് ഷെയ്ഖ് ഡോക്ടർ അബ്ദുറഹീം എന്നാണ്. അദ്ദേഹം കുറച്ച് പ്രായമുള്ള ആളാണ്. അങ്ങനെയുള്ള പലരും ക്ലാസ് എടുക്കുന്ന, ഭാഷ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക സ്ഥാപനത്തിൽ പോയി അദ്ദേഹം അറബി ഭാഷ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ അവകാശവാദമില്ല. ശരിയാണ്, ഞാൻ അറബി ഭാഷ കാര്യമായി പഠിച്ചു എന്നോ അല്ലെങ്കിൽ ഞാൻ അവഗാഹം നേടിയെന്നോ ഞാൻ അതിൽ വലിയ പണ്ഡിതനാണ് എന്നൊക്കെ അദ്ദേഹം അവകാശപ്പെടുന്നില്ല. എന്നല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ജബ്ബാർ മാഷ പറഞ്ഞ പോലെയുള്ള ഒരു സംഗതിയെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇയാൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞത്, എം അക്ബർ സാഹിബിൻ്റെ ഒരു ശബ്ദശകലം, ചെറിയൊരു ഭാഗം കേൾപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ എം അക്ബർ 5ാം ക്ലാസ് വരെ അറബി ഭാഷ പഠിച്ചിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറത്തൊന്നും പഠിച്ചിട്ടില്ല, അതിന് ശേഷം ഒന്നും പഠിച്ചിട്ടില്ല. അങ്ങനെ ഒന്നും പഠിക്കാത്ത അക്ബറാണ് ഇവിടെ കേരളത്തിലും അതുപോലെ പല രാജ്യങ്ങളിലും പോയിട്ട് ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുന്നത്, ഖുർആൻ പഠിപ്പിക്കുന്നത്, ഖുർആനിൽ ഗവേഷണം നടത്തുന്നത്, ഖുർആനോളം കട്ടിയുള്ള പുസ്തകം എഴുതിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെയും ആക്ഷേപിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എം അക്ബറിൻ്റേതായി അദ്ദേഹം ഇവിടെ കാണിച്ചിരിക്കുന്ന ആ വീഡിയോ ക്ലിപ്പ് തന്നെ ഒന്നുകൂടി മര്യാദയ്ക്കൊന്ന് കേട്ടാൽ മതി. അദ്ദേഹം അതിൽ പറയുന്നത്, ഞാൻ അറബി ഭാഷ പഠിച്ചിട്ടില്ല എന്നോ എനിക്ക് അറബി ഭാഷ അറിയില്ല എന്നോ ഞാൻ 5ാം ക്ലാസ് വരെയാണ് അറബി ആകെ പഠിച്ചത് എന്നോ ഒന്നുമല്ല. അദ്ദേഹം അതിൽ പറയുന്നത്, ഞാൻ ഔദ്യോഗികമായി ഇസ്ലാമിക വിദ്യാഭ്യാസം നേടിയത് 5ാം ക്ലാസ് മദ്രസ വരെയാണ്. ആ പദം ശരിക്കും മനസ്സിലാക്കാം. ഔദ്യോഗികമായി ഇസ്ലാമിക വിദ്യാഭ്യാസം നേടിയത്. ഔദ്യോഗികം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു അക്കാഡമിക് ലെവലിൽ ഒരു കോഴ്സ്, ഒരു ക്ലാസ് എന്നൊക്കെ നിലക്ക്, ആ നിലക്ക് ഞാൻ ഇസ്ലാമിക വിദ്യാഭ്യാസം നേടിയത് അത്രയാണുള്ളൂ. എന്നിട്ട് അതിന് കൂടെ പറയുന്നുണ്ട്, തമാശക്ക് പോലും ഒരു അറബി കോളേജിൽ ഞാൻ കാര്യമാക്കിയിട്ടില്ല. അപ്പോൾ അറബി കോളേജ് എന്നുള്ളതിൽ അറബി എന്നുള്ള പദം ഉള്ളതുകൊണ്ടാണോ ജബ്ബാർ മാഷി ഇയാൾ അറബി പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ അറബി കോളേജ് അറബി ഭാഷ പഠിപ്പിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളാണ് കാര്യമായിട്ട് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അക്കാഡമിക് തലത്തിൽ ഞാൻ ആ രൂപത്തിൽ പഠിച്ചിട്ടില്ല, ഞാൻ ഡിഗ്രി പഠിച്ച ഫിസിക്സാണ് എന്നാണ് അതിൽ പറഞ്ഞു വെച്ചത്. പക്ഷേ അത് കേൾപ്പിച്ചത് ജബ്ബാർ മാഷ എന്ന് പറയുകയാണെന്ത്, ഇതാ കണ്ടില്ലേ, 5ാം ക്ലാസ് വരെ മാത്രമാണ് അക്ബർ അറബി പഠിച്ചത്, അതിന് ശേഷം ഒരു അറബി ഒന്നും പഠിച്ചിട്ടില്ല എന്ന്. ആ ഭാഗവും ഇയാൾ ഇവിടെ കേൾപ്പിച്ച ഭാഗം തന്നെ നമുക്കൊന്നൊരു കേട്ടു നോക്കാം.
ഞാൻ സത്യത്തിൽ ഔദ്യോഗികമായി മദ്രസ ഗവൺമെൻറ് 5ാം ക്ലാസ് മദ്രസയാണ് എൻ്റെ ഇസ്ലാമിക വിദ്യാഭ്യാസം എന്നാണ്. പഠിക്കുന്ന കാലത്ത് ഞാൻ ഡിഗ്രി ഫിസിക്സ് ആണ്. പഠിക്കുന്ന കാലത്ത് തമാശക്ക് പോലും അറബി കോളേജുകളൊന്നും കയറി പോകാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ആണ് എൻ്റെ ഇസ്ലാമികമായ. മദ്രസയിൽ 5ാം ക്ലാസ് വരെ ഞാൻ അറബി പഠിച്ചിട്ടുള്ളൂ, അതിനുശേഷം അറബി പഠിച്ചിട്ടില്ല. മദ്രസയിൽ 5ാം ക്ലാസ്സാണ് MM അക്ബറിൻ്റെ അറബി ഭാഷാ പാണ്ഡിത്യത്തിൻ്റെ യോഗ്യതയെങ്കിൽ ആ MM അക്ബറിന് ഖുർആനിന് നിരൂപണം എഴുതാം. അപ്പോൾ കണ്ടല്ലോ, ഇയാൾ കാണിച്ചിരിക്കും തട്ടിപ്പാണത്, ശരിക്കുള്ള തട്ടിപ്പ്. അക്ബർ സാഹിബ് ഇവിടെ അത്രേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഞാൻ 5ാം ക്ലാസ് വരെയാണ് മതവിദ്യാഭ്യാസം നേടിയത് എന്നാണ് അദ്ദേഹം പ്രധാനമന്ത്രി പറഞ്ഞത്. അറബി ഭാഷ പഠിച്ചില്ല എന്നല്ല. മാത്രമല്ല ഇയാൾ എന്നിട്ട് പിന്നെ പറയുന്നതാ, എനിക്ക് അക്ബറിനേക്കാൾ അറബി ഭാഷ അറിയാം, കാരണം ഞാൻ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ അറബി പരീക്ഷ എഴുതിയ ആളാണ്, എന്നിട്ട് 50% മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 10ാം ക്ലാസ്സിലെ സ്കൂളിലെ 50% മാർക്ക് എന്ന് പറഞ്ഞാൽ 25 മാർക്കാണെന്ന് എല്ലാവർക്കും അറിയാം. അത് വേറെ കാര്യം ആയിക്കോട്ടെ. ആ 25 മാർക്ക് കിട്ടിയിരിക്കുന്ന ആളാണ് ഞാൻ. അത്രയും അറബി ഭാഷയിൽ വിവരമില്ല, അറിവില്ല, പാണ്ഡിത്യമില്ല അക്ബറിന് എന്നാണ്. പക്ഷേ അക്ബറിൻ്റെ അക്കാഡമിക് തലങ്ങൾ തന്നെ പരിശോധിച്ചാലും അതല്ലാത്ത കാര്യങ്ങൾ പരിശോധിച്ചാലും ഒക്കെ മനസ്സിലാവും അദ്ദേഹം എത്രമാത്രം അറബി ഭാഷ പഠിച്ചിട്ടുണ്ടെന്നുള്ളത്. ഇവിടെ ഇയാൾ 10ാം ക്ലാസ് വരെയല്ലേ പറഞ്ഞത്, എന്നാൽ അക്ബർ പ്രീ ഡിഗ്രിക്കും അറബി പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഡിഗ്രിക്കും അറബി പഠിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ അക്കാഡമിക് തലത്തിൽ തന്നെ അതിലെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടും മറ്റും പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചാൽ മനസ്സിലാവും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റുകളോ മറ്റൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഡിഗ്രി വരെ പിന്നെ അദ്ദേഹം അറബി പഠിച്ചിട്ടുണ്ട് അക്കാഡമിക് തലത്തിൽ തന്നെ. അതിന് പുറമെ ഞാൻ നേരത്തെ പിന്നെ ജാക്കിർ നായിക്കിൻ്റെ വിഷയം പറഞ്ഞ പോലെ തന്നെ അറബി ഭാഷ പണ്ഡിതന്മാരുടെ മുമ്പിൽ നിന്ന് അദ്ദേഹം അറബി ഭാഷ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, ഞാൻ അറബി ഭാഷയിൽ വലിയ അവഗാഹമുള്ള ഒരു മഹാപണ്ഡിതനാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നില്ല എന്ന് മാത്രം. ഇതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ ഇതെന്തിനാണ് ജബ്ബാർ മാഷിദ് പറഞ്ഞത്? 2 കാര്യം. ഒന്ന്, പിന്നെ അറബി ഭാഷ അറിയില്ലെങ്കിലും ഖുർആനെ വിമർശിക്കാനോ ഖുർആൻ മാർക്കിടുവാനോ യാതൊരു തടസ്സമില്ല എന്ന് വരുത്തി തീർക്കാൻ. അതിൻ്റെ കൂടെ ഒരു ചെറിയ സംഗതി കൂടി നമുക്ക്, പിന്നെ ഇയാളെ വരികൾക്കിടയിലൂടെ വായിക്കുന്ന ആളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് വരികൾക്കിടയിലൂടെ വായിച്ചാൽ ഒന്നുകൂടി മനസ്സിലാവും. എന്താ, ഞാനും ഇപ്പോൾ ജാക്കിർ നായിക്കിൻ്റെ പോലെ അതുപോലെ അക്ബറിനെ പോലെ അത്രയും കഴിവുള്ള, അത്രയും അറിവുള്ള, ഈ കാര്യത്തിൽ അത്ര പഠനം നടത്തിയിരിക്കുന്ന ഒരു മഹാപണ്ഡിതനാകുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കൂടിയാണ് യഥാർത്ഥത്തിൽ ജബ്ബാർ മാഷി ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ എന്തായാലും കഴിയില്ല. ഇതാണ് അതിന് ഒരാകത്തുക. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അതിൻ്റെ അനുബന്ധമായിട്ട് പറയാനുള്ളൊരു കാര്യം ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമുക്ക് ഖുർആൻ മനസ്സിലാക്കാൻ പിന്നെ അറബി ഭാഷ പൂർണ്ണമായും ആഴത്തിലും പഠിക്കണം എന്ന നിർബന്ധമൊന്നുമില്ല. അത് നമ്മളും പറയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അത് പ്രത്യേകിച്ച് അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുന്നവരെന്താ ചെയ്യുക, ഖുർആനെ മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെ, അതായത് ഖുർആൻ്റെ ശരിയായ ആശയങ്ങളും അർത്ഥങ്ങളുമൊക്കെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന തഫ്സീറുകൾ വായിക്കും, അങ്ങനെയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കും. അതൊക്കെ സ്വാഭാവികമാണ്, അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും, ഒരു പരിധി വരെയൊക്കെ അങ്ങനെ കിട്ടും. എന്നാൽ ഖുർആനിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നന്നായി പഠിക്കണമെങ്കിൽ ഭാഷയിലും കുറച്ചൊക്കെ വിജ്ഞാനം ഉണ്ടാവണം. ആഴത്തിൽ തന്നെ ഉണ്ടായാൽ വളരെ ഏറ്റവും ഗുണകരമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ഞാൻ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിരുന്നു, ഖുർആന് മാർക്കിടുകയാണല്ലോ ഇവർ ചെയ്യുന്നത്. ഖുർആന് മാർക്കിടുകയാണ് ചെയ്യുന്നത്. ആ മാർക്കിടുന്നവർ എന്ത് ചെയ്യണം, ആ വിഷയത്തിൽ കൃത്യമായ അറിവും ധാരണയും ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. അതിൽ ക്വാളിഫിക്കേഷൻ തന്നെ വേണം, വെറുതെ പോരാ. ഞാനതുകൊണ്ടാണ് ചോദിച്ചത്, ജബ്ബാർ മാഷക്ക് അറിയാത്തൊരു വിഷയത്തിൽ, നിങ്ങൾ സ്കൂൾ പഠിപ്പിക്കുന്ന കാലത്ത് നിങ്ങൾക്കറിയാത്തൊരു വിഷയത്തിൽ ഒരു കുട്ടിയുടെ ആൻസർ പേപ്പർ ഒന്ന് വാല്യൂ ചെയ്യണമെന്ന് തന്നാൽ നിങ്ങൾ പിന്നെ പരിശോധിച്ച് കൊടുക്കുമോ? നിങ്ങൾ മാർക്കിട്ട് കൊടുക്കുമായിരുന്നോ? നിങ്ങളെന്താ പറയുക, ആ വിഷയം അതായത് എൻ്റെ ഇതിൽപ്പെട്ടാലും എനിക്കറിയാത്തൊരു വിഷയമാണ്, അതുകൊണ്ട് ഞാനതിൽ മാർക്കിടില്ല എന്ന് പറയും. നീതിബോധമുണ്ടെങ്കിൽ, ഈ മക്കളോടും ചെറിയ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ചെയ്യുക. ഇവിടെ ഖുർആന് മാർക്കിടുകയാണ് യഥാർത്ഥത്തിൽ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ എന്ന ഗ്രന്ഥത്തിന് അതിൽ ഇത്ര തെറ്റുണ്ട്, ഇത്ര അബദ്ധമുണ്ട്, ഇത്ര പോരായ്മയുണ്ട്, അതിൻ്റെ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മാർക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാർക്കിടണമെങ്കിൽ എന്ത് വേണം? ഖുർആനിക വിഷയത്തിൽ കൃത്യമായി പഠിക്കാൻ പറ്റണം. അത് പഠിക്കണമെങ്കിൽ, അങ്ങനെ ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ എല്ലാ വശങ്ങളും അറിയണം. അതറിയാൻ അറബി ഭാഷ അത് പഠിക്കേണ്ട വിധം പഠിച്ചിരിക്കണം. അത് പഠിക്കാതെ വിമർശിക്കാൻ ഇറങ്ങിയതുകൊണ്ട് ഈ ജബ്ബാർ മാഷക്ക് തന്നെ ഒരുപാട് അബദ്ധങ്ങളും അപരാധങ്ങളും പറ്റിയിട്ടുണ്ട്, ചെറുതൊന്നല്ല. ഞാൻ ഒരു ചെറിയ കാര്യം ഇവിടെ ഇയാൾ തന്നെ ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണ് ഒരു സൂചന മാത്രം പറയുന്നത്.
എന്താ അറബി ഭാഷ പഠിച്ച ആളുകൾ ഖുർആനെ വിമർശിക്കാനാണെങ്കിലും അല്ലാതെയും ഒക്കെ അതിനെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായി അതിലെ ഓരോ പദങ്ങൾക്കും ഏതെല്ലാം അർത്ഥങ്ങളുണ്ട്, എന്തെല്ലാം അർത്ഥങ്ങളുണ്ട്, ആ പദങ്ങൾ ഇവിടെ കൊടുക്കുമ്പോൾ അതിൻ്റെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവിടെ ഏത് അർത്ഥമാണ് അതിന് ഏറ്റവും സൂട്ടാവുക തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പരിശോധിച്ച് അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയാണ് അതിന് ഒരു നിഗമനത്തിലെത്തുക. സ്വാഭാവികമായിട്ടും അതങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ ഖുർആനിലെ ഭൂമി പരന്നിട്ടാണ് അത് അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആക്ഷേപിക്കാറുണ്ട്. ഇവരൊക്കെ ഇപ്പോൾ സാക്കിർ നായിക്കിനെയും അക്ബർ സാഹിബിനും ഒക്കെ ഇവർ ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ വളരെ നേരത്തെ ഒരു 2-3 വർഷം മുമ്പ് തന്നെ ഈ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ആ കാര്യം കൃത്യമായി പറഞ്ഞിരുന്നു. ഖുർആനിലെ ഭൂമി പരന്നതാണോ എന്നുള്ളത്, ജബ്ബാർ മാഷ് പറയുന്ന പോലെ ആണോ എന്നുള്ളത് കൃത്യമായി ആ സമയത്ത് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതങ്ങനെ പറയാൻ കാരണം വിശുദ്ധ ഖുർആനിൽ ഓരോ വസ്തുക്കൾക്കും പേര് നൽകിയിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യർക്കാവട്ടെ മറ്റു ജീവികൾക്കാവട്ടെ അതുപോലെ മറ്റു സൃഷ്ടികൾക്കാവട്ടെ അതിനൊക്കെ പേര് നൽകിയിട്ടുണ്ടെങ്കിൽ ആ പേരിൽ പൊതുവെ ആ വസ്തുവിൻ്റെ രൂപമോ ഭാവമോ പ്രകൃതിയോ അല്ലെങ്കിൽ എല്ലാം കൂടിയോ ഒക്കെ അതിൽ പറഞ്ഞിരിക്കും. അത് ആദ്യം ഞാൻ അന്ന് സൂചിപ്പിച്ചാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മലയാളത്തിൽ മനുഷ്യൻ എന്ന് പറയുമ്പോൾ പരിമിതമായ പദമാണ്. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുമ്പോൾ പിന്നെ മനുഷ്യൻ ഇണങ്ങി ജീവിക്കുന്നവനാണ്, ആർദ്രതയുള്ളവനാണ്, സാമൂഹ്യ ജീവിയാണ് എന്നൊക്കെ കൂടെ പറയണം. എന്നാൽ ഇതൊന്നും പറയാതെ തന്നെ ഈ ആശയങ്ങളെല്ലാം ലഭിക്കും അറബിയിൽ അല്ലെങ്കിൽ ഖുർആനിൽ മനുഷ്യന് കൊടുത്തിരിക്കുന്ന പേര് അൽ ഇൻസാൻ എന്നാണ്. അൽ ഇൻസാൻ എന്ന ആ പദത്തിൻ്റെ വിവക്ഷ പറയുമ്പോൾ സ്വാഭാവികമായി ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ചേർന്ന ഒരു വിവക്ഷയാണ് കിട്ടുക. അത് ഒറ്റ പദത്തിൽ മലയാളീകരിച്ച് എഴുതാൻ സാധിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും ബ്രാക്കറ്റ് എഴുതുന്നത്. ഇവിടെ ഇയാൾ പറയുന്നത് ബ്രാക്കറ്റ് ഇല്ലാത്ത ഖുർആനിലാണ്, ഖുർആനിൽ കംപ്ലീറ്റ് ബ്രാക്കറ്റാണെന്നാണ്. ഖുർആനിലല്ല ബ്രാക്കറ്റ്, മറിച്ച് അതിൻ്റെ പരിഭാഷകളിൽ അതിൻ്റെ കാരണം പറഞ്ഞത് പരിഭാഷകളിൽ ബ്രാക്കറ്റുകളുണ്ട്. അതിൻ്റെ കാരണം എന്താ? ബ്രാക്കറ്റ് ഇല്ലാത്ത പരിഭാഷകളുണ്ട് കേട്ടോ, അത് ഇല്ലയെന്ന് പറയണ്ട, ബ്രാക്കറ്റ് ഇല്ലാത്ത പരിഭാഷകളുണ്ട്. എങ്കിലും ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുന്നത് എന്തിനാ? ഞാൻ ഈ പറഞ്ഞ പോലെ അൽ ഇൻസാൻ എന്നതിന് മനുഷ്യൻ എന്ന് മാത്രം അർത്ഥം കൊടുത്താൽ പൂർണ്ണമാവില്ല. അപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തപ്പുറത്തോ അതിൻ്റെ വിശകലനങ്ങൾ എന്ന നിലക്ക് ബ്രാക്കറ്റിലോ അല്ലാതെയോ വിശദാംശങ്ങൾ നൽകും. അതാണ് അൽ ഇൻസാൻ. എന്ന പോലെ തന്നെ നമ്മൾ ആകാശം എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അത് നമ്മൾ സ്വാഭാവികമായിട്ടും ആകാശം ഉയർന്നിട്ടാണ്, അത് വികസിച്ചു കൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുന്നതാണ് എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ പറയണമല്ലോ മലയാളത്തിൽ അല്ലേ? എന്നാൽ അങ്ങനെയൊക്കെ പറയുന്ന എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന പദമാണ് ഖുർആനിൽ ഈ പറയുന്ന ഉപരിലോകത്ത് നൽകിയിരിക്കുന്ന പേര് അസ്സമാ. അസ്സമാ എന്ന് പറഞ്ഞാൽ അത് ഉയരത്തിലാണ്, ഉന്നതിയിലാണ്, വളരുന്നതാണ്, വികസിക്കുന്നതാണ് തുടങ്ങിയിരിക്കുന്ന എല്ലാ ആശയങ്ങളും അതിലുണ്ട്. അങ്ങനെയാണ് ഖുർആൻ അവിടെ ആ ഒരു സൃഷ്ടിയുടെ പേര് നൽകിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമ്മൾ മലയാളത്തിൽ ഭൂമി എന്ന് പറയുമ്പോൾ ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ മറ്റേതെങ്കിലും തരത്തിലാണോ അത് സഞ്ചരിക്കുന്നുണ്ടോ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ അനുബന്ധമായി പറയണം അല്ലേ? അപ്പോഴേ പൂർത്തിയാവുള്ളൂ. എന്നാൽ വിശുദ്ധ ഖുർആൻ ഭൂമി എന്ന് നമ്മൾ പറയുന്ന ഈ ഗ്രഹത്തിന്, ഈ ഗോളത്തിന് നൽകിയിരിക്കുന്ന പേര് അൽ അർളി എന്നാണ്. അൽ അർളി എന്ന പദത്തിന് അറബി ഭാഷാ നിഘണ്ടുകളിൽ വരെ, ഞാൻ ഒന്നുകൂടി പറയാം, ഈ മുസ്ലിങ്ങളല്ലാത്ത ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത ഭാഷാ നിഘണ്ടു എഴുതിയിരിക്കുന്ന ആളുകൾ വരെ, ഇപ്പോൾ അൽ മുൻജിദ് എന്ന് പറയുന്ന ഭാഷാ നിഘണ്ടൊന്നും മുസ്ലിങ്ങൾ എഴുതിയതല്ല, ഖുർആൻ്റെ ആൾക്കാർ എഴുതിയതല്ല. ആ നിഘണ്ടുവിൽ വരെ അൽ അർളി എന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥം വിവക്ഷ അൽ ഖുറത്തു സയ്യാറ അല്ലത്തി നഹ്നു അലൈഹ എന്നാണ്. അൽ ഖുറത്തു സയ്യാറ അഥവാ സഞ്ചരിക്കുന്ന ഗോളം, നമ്മൾ ജീവിക്കുന്ന അല്ലത്തി നഹ്നു അലൈഹ, നമ്മൾ നിലകൊള്ളുന്ന, നമ്മൾ ജീവിക്കുന്ന സഞ്ചരിക്കുന്ന ഗോളം എന്നാണ് അൽ അർളി എന്ന ആ പദത്തിന്, ഖുർആനിലെ ആ പദത്തിന്, ഭാഷയിലെ ആ പദത്തിന് ഭാഷാ നിഘണ്ടുക്കളിൽ മുസ്ലിങ്ങളല്ലാത്തവർ എഴുതിയിരിക്കുന്ന അൽ മുൻജിദിൽ വരെ കൊടുത്തിട്ടുള്ളത്. അപ്പം എന്താ? അൽ അർളി എന്നതിൽ ഭൂമിയുടെ ആകൃതിയുമുണ്ട് പ്രകൃതിയുമുണ്ട്. ആകൃതി ഗോളാകൃതിയാണ്, പ്രകൃതി അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇതാണ് വിഷയം. അപ്പോൾ അത്ര കൃത്യമായി പറഞ്ഞു വെച്ചതിന് അതിന് പേര് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പേരിലുള്ള എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗോളം എന്ന പേരിലുള്ള ഈ ഒരു ഗ്രഹം അത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് എങ്ങനെയാണ്? ആ അനുഭവങ്ങളെക്കുറിച്ചാണ് അതിൽ ഫിറാഷി എന്നും അതുപോലെ സുത്തിഹത്തി എന്നും ദഹാഹ എന്നും തുടങ്ങിയിരിക്കുന്ന പദങ്ങളൊക്കെ ഉപയോഗിച്ചത്. സർവ്വസജ്ജമാണത്. അതുപോലെ നമുക്ക് ഇപ്പോൾ വാട്ടർ ലെവലിൽ ഒരു ബിൽഡിംഗ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു പരപ്പാട് വേണമല്ലോ. അങ്ങനെയൊക്കെയുള്ള ആ രൂപത്തിൽ നമുക്കിവിടെ പ്രയാസമില്ലാതെ ജീവിക്കാവുന്ന ഈ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്
അതാണ് അതിൻ്റെ അത്ഭുതം, ആലോചിക്കാനുള്ളത്, ചിന്തിക്കാനുള്ളത് എന്ന നിലക്കാണ് ഖുർആൻ പറഞ്ഞു വെച്ചത്. എന്നല്ലാതെ ഭൂമിയുടെ ആകൃതി വരുന്നതാണ് എന്ന് പറയാൻ വേണ്ടി ഒരു വാക്യവും ഖുർആനിലില്ല. മറിച്ച് അൽ അർളി എന്ന അതിൻ്റെ ആ നാമകരണത്തിലൂടെ തന്നെ അതിൻ്റെ ആകൃതിയും പ്രകൃതിയും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. എന്നിരിക്കെ ഭൂമിയുടെ ആകൃതി പറയാൻ വേണ്ടി ഒരൊറ്റ ആയത്ത് പോലും പൂർണ്ണമായി തന്നെ ഖുർആനിലില്ലെങ്കിൽ പോലും ഖുർആൻ പരാമർശിച്ചിരിക്കുന്ന ഭൂമി പരന്നതാണ് എന്ന് ഒരാൾക്കും, വിവരമുള്ള ഒരാൾക്കും പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ചിരിക്കുന്ന ഒരാൾക്കും പറയാൻ കഴിയില്ല. പക്ഷേ ഈ ജബ്ബാർ മാഷും യുക്തിവാദികളുമൊക്കെ അതിങ്ങനെ എന്തുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഖുർആനിലെ ഭൂമി പരന്നാന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അൽ അർളി എന്ന ആ പദത്തിൻ്റെ ശരിയായ വിവക്ഷ പോലും മനസ്സിലാക്കാൻ മാത്രമുള്ള അറബി ഭാഷ പഠനം നടന്നിട്ടില്ല. എന്നിട്ടാണ് വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല എന്ന് തന്നെ പറഞ്ഞോളൂ. അല്ലാതെ ഖുർആൻ മനസ്സിലാക്കാൻ നിർബന്ധമായും അറബിയുടെ എല്ലാ വശങ്ങളും പഠിച്ചിരിക്കണം എന്ന് നമ്മുടെ ആരും പറഞ്ഞില്ല, ആർക്കും അങ്ങനെ അഭിപ്രായമില്ല. മറിച്ച് ഖുർആനെ വിമർശിക്കുന്നവർ അതിന് മാർക്കിടുകയാണ്. അത് പൂർത്തീകരിക്കണമെങ്കിൽ, അത് സാധൂകരിക്കപ്പെടണമെങ്കിൽ ഭാഷ പഠിക്കണം എന്നാണ് പറഞ്ഞത്. അത് ജബ്ബാർ മാഷ് പഠിച്ചിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. ആകെ ഉള്ളത് 10ാം ക്ലാസ്സും ഗുസ്തി മാത്രമാണെന്നാണ് മൂപ്പരുടെ കണ്ടുപിടുത്തം. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. അദ്ദേഹം പറയുന്ന കാര്യം അങ്ങനെ തന്നെയാണ്. ഞാൻ 10ാം ക്ലാസ് വരെയാണ് അറബി പഠിച്ചത്, അതിൽ എനിക്ക് 50%, അതായത് 25 മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അതിലുള്ള ധാരണ. പിന്നെ അവിടുന്ന് വായിച്ചു, ഇവിടുന്ന് വായിച്ചു, പലതും വായിച്ചു, അങ്ങനെയൊക്കെയാണ് ഞാൻ ഖുർആൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് അദ്ദേഹം തുടർന്ന് പറയുന്നുമുണ്ട്. ഇനി ഇതിൽ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി കൂടി എന്തായാലും, ഇദ്ദേഹം ജാക്കിർ നായിക്കിന് അറബി അറിയില്ല എന്ന് പറഞ്ഞു, അതുപോലെ MM അക്ബറിന് അറബി അറിയില്ല എന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് എന്തായാലും അറിയില്ല നേരത്തെ തന്നെ സമ്മതിച്ചു, അതൊക്കെ പറഞ്ഞു. അതിൻ്റെയൊക്കെ വശങ്ങൾ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അറബി അറിയില്ല, അറബി എഴുതാനും വായിക്കാനും അറിയില്ല, അറബിയിൽ യാതൊരു വിവരമില്ല. അങ്ങനെ യാതൊരു വിവരമില്ലാത്ത ഒരാളാണ് മുഹമ്മദ് നബി. ആ മുഹമ്മദ് നബി ആണല്ലോ ഖുർആൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ആർഗ്യുമെൻറ്റ്. ആ ആർഗ്യുമെൻ്റ് നമുക്ക് ഒരു ഭാഗത്ത് മുഖവിലേക്ക് എടുക്കാം. എന്താ കാരണം എന്നറിയോ? ഇതിലൂടെ ജബ്ബാർ മാഷ് അടക്കമുള്ള യുക്തിവാദികൾ ഒരുപാട് കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കള്ളത്തരങ്ങളും പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പലതും. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി, സാധാരണ ഇവർ നേരത്തെ പറഞ്ഞു വന്നിരുന്നത് എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് അവിടെ അതിന് മുമ്പുള്ള പല ഗ്രന്ഥങ്ങളുമുണ്ട്. ഇപ്പോൾ ഇഞ്ചീലുണ്ട്, അതായത് ബൈബിളുണ്ട്, അതുപോലെ തോറയുണ്ട്, അങ്ങനെയുള്ള പലതും ഉണ്ട്. ഇതൊക്കെ എന്ത് ചെയ്തു? മുഹമ്മദ് വായിച്ചു. ഇവരെ ഭാഷയും പറഞ്ഞ് ഇവർ പറഞ്ഞാൽ മുഹമ്മദ് വായിച്ചു. അതൊക്കെ വായിച്ച് മനസ്സിലാക്കി. അതുപോലെ തന്നെ അവിടെ ഒരുപാട് സാഹിത്യകൃതികളുണ്ട്, അതൊക്കെ വായിച്ച് മനസ്സിലാക്കി. ഇതെല്ലാം കൂടി വായിച്ച് മനസ്സിലാക്കി. പിന്നെ ജബ്ബാർ മാഷ ഭാഷയെ പറഞ്ഞാൽ ഈ ബാബിലോണിയൻ കഥകളൊക്കെ കുറച്ച് വായിച്ച് അതിനും കുറേ കാര്യങ്ങളൊക്കെ കിട്ടി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് മുഹമ്മദ് സ്വന്തമായി ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്നാണ് ഇവർ ഒരുപാട് കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ജബ്ബാർ മാഷയുടെ തന്നെ പഴയ വീഡിയോകൾ പരിശോധിച്ചാൽ അങ്ങനെ തന്നെ ഒരു പക്ഷേ കാണാൻ പറ്റും. അങ്ങനെയാണ് പറയാറുള്ളത്. പക്ഷേ ഇപ്പോൾ ജബ്ബാർ മാഷ് പറയുന്നത് മുഹമ്മദ് നബിക്ക് അക്ഷരാഭ്യാസം പോലുമില്ല, അദ്ദേഹം അറബി ഭാഷ പഠിച്ചിട്ടില്ല, അറബി ഭാഷ അറിയില്ല എന്ന സംഗതി നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായും മുഹമ്മദ് നബി ഇഞ്ചിൽ വായിച്ചിരിക്കുന്നു, തൗറാത്ത് വായിച്ചിരിക്കുന്നു, സാഹിത്യകൃതികൾ വായിച്ചിരിക്കുന്നു, ബാബിലോണിയൻ കഥകൾ വായിച്ചിരിക്കുന്നു, അതിലൂടെയൊക്കെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിലൂടെയാണ് ഖുർആൻ ഉണ്ടാക്കിയത് എന്ന് അങ്ങനെ നിങ്ങളുടെ വാദം അതവിടെ നിലനിൽക്കുമോ? എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ചവിട്ടിയാൽ മറ്റേ ഭാഗം പൊങ്ങും, അത് തകരും, നശിക്കും. അതങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും. ഇവിടെ ഞാൻ കൃത്യമായി മുമ്പേ സൂചിപ്പിക്കുന്ന വിഷയങ്ങളുടെ ഒരു ഭാഗം തന്നെയാണിത്. മുഹമ്മദ് നബി അങ്ങനെ അക്ഷരാഭ്യാസം ഇല്ലാത്തവനാണ്, അഥവാ ആ നിലക്ക് അറബി ഭാഷ അക്കാഡമിക് തലത്തിൽ പഠിക്കാത്ത ആളാണ് എന്ന് പറയുന്നത് ഒന്ന് മുഹമ്മദ് നബിയുടെ കാലക്കാരാണ്, അഥവാ നമുക്കതിലൂടെ ആ കാര്യങ്ങൾ കിട്ടും, ചരിത്രത്തിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഖുർആൻ മുഹമ്മദ് നബി അങ്ങനെയാണ് ഉപയോഗിച്ചത്, അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യനിലൂടെ ഈ ഒരു വേദഗ്രന്ഥം വന്നത്? ഇങ്ങനെയുള്ള നിങ്ങളുടെ ഇത്തരം ആരോപണങ്ങൾ ഇല്ലാതിരിക്കാൻ, അതിൻ്റെ മുനയൊടിക്കാൻ. അതാണ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി അത്യാവശ്യം എഴുതാനും വായിക്കാനും അതുപോലെ കാര്യങ്ങൾ പഠിച്ചെടുക്കുവാനും ഒക്കെ ഉള്ള ഒരു വിദ്യാഭ്യാസം നേടിയിരിക്കുന്ന വ്യക്തിയായിരുന്നുവെങ്കിൽ ഈ യുക്തിവാദികളും നിരീശ്വരവാദികളുമൊക്കെ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വാദഗതികൾ ഒരുപക്ഷെ സാധൂകരിക്കപ്പെടും. അല്ലെങ്കിൽ അങ്ങനെ ആയിക്കൂടെ എന്നെങ്കിലും ആലോചിക്കാൻ ആൾക്ക് പറ്റും. എന്ന് പറഞ്ഞാൽ ഈ പഴയ ഗ്രന്ഥങ്ങളും സാഹിത്യകൃതികളൊക്കെ വായിച്ച്, കഥകളൊക്കെ വായിച്ച് അതിനിങ്ങനെ ഉണ്ടാക്കിയെടുത്താണ് ഖുർആൻ എന്ന് ഇവർ പറയുമ്പോൾ അതിന് കുറച്ചൊക്കെ ഒരു വിശ്വാസ്യത കിട്ടിയേക്കും. വിമർശകന്മാർ അങ്ങനെ ഒന്നും പറയാൻ നോക്കിയിട്ടുണ്ട്. അതിനാണ് ഖുർആൻ എന്ത് ചെയ്തത്? അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബി ഇപ്പോൾ അക്ഷരാഭ്യാസം അറിയുന്ന നിങ്ങൾ വാദിച്ചോളി, കുഴപ്പമില്ല, അങ്ങനെ വാദിക്കി.
അതുപോലെ തന്നെ ഈ ഇതൊക്കെ നോക്കിയിട്ട് വായിച്ചുണ്ടാക്കിയിട്ട് ഒരു ഗ്രന്ഥം സ്വയം ചെയ്തതാണ്, അങ്ങനെ നിങ്ങൾ പറഞ്ഞോളി. പക്ഷേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നാലും ഇപ്പറയുന്ന മേഖലയിലൊക്കെ മുഹമ്മദിനേക്കാൾ കഴിവുണ്ടല്ലോ, അറിവുണ്ടല്ലോ, വിദ്യാഭ്യാസമുണ്ടല്ലോ, വിജ്ഞാനമുണ്ടല്ലോ. അതൊക്കെ ഉപയോഗപ്പെടുത്തി അതുപോലെ അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി കിട്ടാവുന്നവരൊക്കെ ചേർത്ത് വെച്ചിട്ട് വിശുദ്ധ ഖുർആനിന് സമാനമായിരിക്കുന്ന, അതിലെ ഒരു അധ്യായത്തിന് സമാനമായിരിക്കുന്ന ഒരധ്യായം, ഒരൊറ്റ അധ്യായം, ഫഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലി വദൂ ശുഹദാകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ സഹായികളെയും എല്ലാ സാക്ഷികളെയും വിളിച്ചോളൂ. എന്നിട്ട് ഈ ഖുർആനിൻ്റെ അധ്യായങ്ങൾക്ക് സമാനമായിരിക്കുന്ന ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ്, അഥവാ ഖുർആൻ അവതരിക്കപ്പെടുന്ന കാലം മുതൽ തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ന് മറുപടിയില്ല. ഞാൻ കഴിഞ്ഞ ഇതിലത് പറഞ്ഞു. എന്തേ? ജബ്ബാർ മാഷക്ക് അതിലേറെ പഠിക്കാൻ പറ്റിയില്ലേ? അതിലേറെ വായിക്കാൻ പറ്റിയിട്ടില്ലേ? അതിലേറെ കാര്യങ്ങൾ അറിയില്ലേ? ഇന്ന് അങ്ങനെയുള്ള ഒരുപാട് അറിവുകൾ നേടാനുള്ള സംവിധാനങ്ങളില്ലേ? ആയിരക്കണക്കിന് ചരിത്രകാരന്മാരും അതുപോലെ സാഹിത്യകാരന്മാരും കവികളും ചിന്തകന്മാരും അങ്ങനെ എല്ലാ മേഖലയിലും എത്ര ആളുകളെ കിട്ടും? സയൻസ് മാത്രം പഠിച്ചിരിക്കുന്ന ആളുകൾ, അങ്ങനെ ഓരോ മേഖലയിൽ ഉള്ള ആളുകൾ കിട്ടില്ലേ? അവരൊക്കെ ഉപയോഗപ്പെടുത്തി ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് വിശുദ്ധ ഖുർആനെ പൊളിക്കാൻ തന്നെ ആ ലക്ഷ്യത്തിനാവട്ടെ. ആ നിലക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു മാനിഫെസ്റ്റോ, മറ്റൊരു ഗ്രന്ഥം നിങ്ങൾക്കുണ്ടാക്കിക്കൂടാ എന്ന ചോദ്യം, അത് 1400 കൊല്ലം പഴക്കമുള്ള ചോദ്യമാണ്. നമ്മൾ ഒരുപാട് കാലമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. എന്തേ മറുപടി ഇല്ലാത്തത്? എന്താ പ്രതികരിക്കാത്തത്? എന്താ അങ്ങനെ ഒരു സംഗതിയെക്കുറിച്ച് ആലോചിക്കാത്തത്? അതിന് ശ്രമം പോലും നടത്താത്തത് എന്താ? അതാണ് വിഷയം. അപ്പോൾ അങ്ങനെ ഒരു ശ്രമമൊക്കെ നടത്തിയിട്ട് ഖുർആനിൽ ഞങ്ങൾ പറയുന്നു ഇങ്ങനെ തന്നെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, ആ കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനിഫെസ്റ്റോ, ഒരു ജീവിത മാർഗ്ഗരേഖ ഞങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ കൊണ്ടുവന്ന് കാണിക്കുക. അപ്പോൾ ഈ പറയുന്നതിന് അർത്ഥമുണ്ടാവും, അത് അംഗീകരിക്കപ്പെടും, അത് സ്വീകരിക്കപ്പെടും, അത് ആളുകൾക്ക് ബോധ്യമാവുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ മർമ്മം. അതാണ് ഞാൻ സൂചിപ്പിച്ചെന്തരോ. അപ്പോൾ മുഹമ്മദ് നബിക്കും അറബി അറിയില്ല എന്ന് ഇപ്പോൾ ഇവിടെ പറയുന്നതോടുകൂടി ഇതുവരെ ഉണ്ടായിരുന്ന അത് സംബന്ധമായിരിക്കുന്ന ഇവരുടെ വാദങ്ങളുടെ ചില്ല് കൊട്ടാരം തകർന്നടിയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഇങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഒരു 5-6 വർഷം മുമ്പ് കുറച്ച് കാലം ഇങ്ങനെ കേട്ടു വന്നിരുന്ന സംഗതിയാണ്, ഖുർആനിൽ ഗണിത തെറ്റുകളുണ്ട്. ആ ഗണിത തെറ്റുകൾക്ക് ഒരു ഉദാഹരണമായി പലപ്പോഴും പറയാറുള്ളത് അനന്തരാവകാശ നിയമങ്ങളിലുള്ള ചില പാർട്ടുകളാണ്. അതിലൊരു പാർട്ട്, അത് നേരത്തെ ചില സംവാദങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ പാർട്ട് എന്താ? ഒരു സ്ത്രീ മരണപ്പെട്ടു. ആ സ്ത്രീ മരണപ്പെട്ടപ്പോൾ അനന്തരാവകാശികളായി ജീവിച്ചിരിക്കുന്നത് 1 അവരുടെ ഭർത്താവ്, 2 അവർക്ക് ഒരേ ഒരു മകളാണുള്ളത്, ആ മകള്, പിന്നെ അവരുടെ മാതാവും അവരുടെ പിതാവും. അപ്പോൾ ഈ ഭർത്താവിനും അതുപോലെ ഈ മകൾക്കും മാതാവിനും പിതാവിനും ഖുർആൻ പറഞ്ഞ അളവിലും തോതിലും സ്വത്ത് ഓഹരി വെച്ച് കൊടുക്കാൻ കഴിയില്ല, അവിടെ കണക്കിൽ ഭയങ്കര തെറ്റുണ്ട് എന്നാണ് ഇവർ പറയാൻ ശ്രമിച്ചത്. അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇത് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അപ്പോഴേ തിരിച്ചൊരു ചോദിച്ചു, ഈ പറയുന്ന കാര്യം നിങ്ങൾ പറയുന്ന പോലെയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട വാദഗതി പിൻവലിക്കേണ്ടി വരുമല്ലോ, അത് പൊളിഞ്ഞു പോകുമല്ലോ എന്ന് പറഞ്ഞു. എന്താ വിഷയം? ഈ സ്വത്തിൻ്റെ ഓഹരി ഖുർആൻ പറഞ്ഞത് ഈ മരണപ്പെട്ടിരിക്കുന്ന സ്ത്രീയുടെ ഭർത്താവിന് സ്വത്തിൻ്റെ 4/1, ഈ സ്ത്രീയുടെ മകൾക്ക് സ്വത്തിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 4/1 ഇരട്ടി പകുതി, മാതാവിന് 6/1, പിതാവിന് 6/1. ഇങ്ങനെ വരുമ്പോൾ ഇവരുടെ വാദഗതി എന്താ? ഇവരുടെ വാദഗതി ഇസ്ലാമിക ഖുർആനിക നിയമപ്രകാരം സ്വത്തവകാശം നൽകുമ്പോൾ അഥവാ അനന്തരാവകാശം നൽകുമ്പോൾ ഏത് സന്ദർഭത്തിലാണെങ്കിലും പെണ്ണിന് ആണിൻ്റെ പകുതി മാത്രമേ സ്വത്തുള്ളൂ. അങ്ങനെ പകുതി കൊടുത്തുകൊണ്ട് നീതി ചെയ്യാത്തവരാണ്, തുല്യനീതി പാലിക്കാത്തവരാണ് എന്ന് നാഴികക്ക് 40 വട്ടം ഓരിയിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവർ. അതേ ആളുകൾ തന്നെയാണ് ഖുർആൻ തന്നെ എടുത്ത് പറയുന്നത്. ഖുർആനിൽ ഇങ്ങനെ ഇതൊരു പാട്ടാണ്. ആ പാട്ടിൽ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ പുരുഷനായിരിക്കുന്ന ഭർത്താവ് എന്ന പുരുഷന് ലഭിക്കുന്ന സ്വത്തിൻ്റെ ഇരട്ടിയാണ് മകൾ എന്ന സ്ത്രീക്ക് കൊടുക്കുന്നത്. എങ്ങനെ? ഭർത്താവ് എന്ന പുരുഷൻ ലഭിക്കുന്ന സ്വത്തിൻ്റെ ഇരട്ടിയാണ് മകൾ എന്ന സ്ത്രീക്ക് നൽകേണ്ടത്. മറ്റോ നേരെ എന്താ പറയാറുള്ളത്? എല്ലായ്പ്പോഴും ഖുർആൻ അനുസരിച്ച് ഈ അനന്തരാവകാശ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ ഏതു സന്ദർഭത്തിലും സ്ത്രീക്ക് പുരുഷൻ്റെ പകുതിയാണ് എന്ന് പറയുന്ന വാദഗതി ഇവിടെ നേരെ പൊളിയാണ്. എന്താ? നേരെ മറിച്ചുകൊണ്ട് ആണിൻ്റെ നേരെ ഇരട്ടി പെണ്ണിന്, അഥവാ പെണ്ണിൻ്റെ പകുതി ആണിന് ഉണ്ട്. ഇനി അതുപോലെ തന്നെ അടുത്ത ഭാഗം എന്താ? മാതാവിന് 6/1, അതുപോലെ തന്നെ പിതാവിനും 6/1 എന്ന് പറഞ്ഞാൽ മാതാവ് എന്ന സ്ത്രീക്കും
പിതാവ് എന്ന പുരുഷനും ഒരേ അളവിലുള്ള സ്വത്ത്, ഒരേ അളവിൽ തുല്യമായിരിക്കുന്ന സ്വത്ത്. അവിടെയും എന്തില്ല? പെണ്ണിന് ആണിൻ്റെ പകുതി എന്ന സംഗതി വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ വശം എന്താ? മറിച്ചുണ്ട്. ഇനി വേറെ ചില സന്ദർഭങ്ങളിൽ പെണ്ണിന് ആണിൻ്റെ പകുതിയും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ ഖുർആൻ്റെ അതിൻ്റെ സിസ്റ്റം? അത് ഓരോ ആളുകളും അവർ ഏത് പൊസിഷനിലാണല്ലോ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണോ, അവർക്ക് വരാവുന്ന ബാധ്യതകൾ എന്താണോ, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഖുർആനിൽ സ്വത്ത് ഓഹരിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതാണ് വിഷയം, അടിസ്ഥാനം അതാണ്. അത് മനസ്സിലാക്കുമ്പോൾ ഒരു പെണ്ണ് ഒരു മകളുടെ സ്ഥാനത്ത് വരുമ്പോൾ, ഒരു പുരുഷൻ ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ, ഒരു സ്ത്രീ ഒരു മാതാവിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ, ഒരു പുരുഷൻ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ, അതുപോലെ തന്നെ ഒരു പെണ്ണ് മകളുടെ സ്ഥാനത്തും ഒരാണ് മകൻ്റെ സ്ഥാനത്തുമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായി അവരുടെ ബാധ്യതകളും കടമകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ആ നിലക്കാണ് സ്വത്ത് ഓഹരി പറഞ്ഞിട്ടുള്ളത്. അവിടെ യഥാർത്ഥത്തിൽ എന്തില്ല, പിന്നെ ഈ പറയുന്ന ഉച്ചനീചത്വങ്ങളോ അനീതിയോ ഒരിക്കലും കാണാൻ കഴിയില്ല. പക്ഷേ എല്ലായിടത്തും സ്ത്രീകൾക്ക് പുരുഷൻ്റെ പകുതിയാണ് എന്ന് ഇവർ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുകയും അത് മറ്റൊരു വിഷയത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ഖുർആനിൻ്റെ ആളുകളെ തകർത്ത് കളയാമെന്ന് കരുതി വലിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഇവരുടെ വാദഗതികൾ അങ്ങനെ തന്നെ പൊളിഞ്ഞു പോകുന്നതാണെന്നുള്ളതാണ്. ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതുപോലെ പൊളിഞ്ഞ വിഷയമാണെന്ത്? മുഹമ്മദ് നബിക്ക് അറബി ഭാഷ അറിയില്ല, അല്ലെങ്കിൽ മുഹമ്മദ് നബി പിന്നെ അങ്ങനെ കാര്യങ്ങൾ പഠിക്കാൻ വായിച്ചെടുക്കാൻ പറ്റിയിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നില്ല എന്ന ഇവരുടെ ഇപ്പോഴത്തെ അയാൾ പറയുന്നത് ദുഃഖസത്യം എന്ന് പറഞ്ഞത്. അപ്പോൾ സത്യം തന്നെയാണെന്നല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത്ര അത്ഭുതകരമായിരിക്കുന്ന ഒരു സംഗതി, ഒരു കൃതി, ആ കൃതിയിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ, വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്ന നൂറുകണക്കിന് വിഷയങ്ങൾ, മനുഷ്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒട്ടേറെ വിഷയങ്ങൾ, അങ്ങനെ ആ കാലത്ത് അങ്ങനെ സംസാരിക്കാൻ, പ്രത്യേകിച്ച് പിൽക്കാലത്ത് നൂറ്റാണ്ടുകൾക്കിപ്പുറത്തും മനുഷ്യൻ്റെ പഠന ഗവേഷണങ്ങളുടെ കണ്ടെത്തിയിരിക്കുന്ന ഒരുപാട് ശാസ്ത്രീയ സത്യങ്ങൾ, അതിലേക്കൊക്കെയുള്ള സൂചനകൾ നൽകിയിരിക്കുന്ന ഖുർആൻ, അത് കേവലം ഒരു മനുഷ്യന് അന്ന് എഴുതിയുണ്ടാക്കുവാനോ അല്ലെങ്കിൽ അങ്ങനെ സൃഷ്ടിച്ചെടുക്കുവാനോ അങ്ങനെ പറഞ്ഞു കൊടുക്കുവാനോ സ്വയം സാധിക്കുന്നതല്ലെന്നും, മറിച്ച് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്ന പടച്ചതമ്പുരാൻ അവൻ്റെ കലാമാണ്, അവൻ്റെ സംസാരമാണ്, അവൻ്റെ വഹയാണ്, അവൻ്റെ ദിവ്യബോധനമാണ് ഈ വേദഗ്രന്ഥം എന്ന് മനസ്സിലാക്കുവാനും പറ്റുന്ന ഏറ്റവും നല്ല ഒരു സംഗതിയായിട്ടാണ് മുഹമ്മദ് നബിയുടെ ഈ സാഹചര്യത്തെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ അത് ഉൾക്കൊള്ളുവാൻ സാധിച്ചാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ല. പിന്നെ അതിൽ കൂടെ ഒരു കാര്യം കൂടി പറയാം. ഖുർആൻ മനസ്സിലാക്കാൻ അതിൻ്റെ വിശദീകരണത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വാചകം കൂടി. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഖുർആൻ അള്ളാഹു തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ വിശദീകരണം വിവിധ രൂപത്തിലാണ്. ഒന്ന് ഖുർആനിലൂടെ തന്നെ വിശദീകരിച്ചു. ചില ആയത്തുകളുടെ വിശദീകരണങ്ങൾ, വ്യാഖ്യാനങ്ങൾ അടുത്ത ആയത്തിലോ അല്ലെങ്കിൽ മറ്റടുത്ത സൂറത്തുകളിലൊക്കെ കാണാൻ പറ്റും, അങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ ചില ആയത്തുകളിലൂടെയുള്ള വിഷയങ്ങൾ അള്ളാഹു വിശദീകരിച്ച പ്രവാചകരിലൂടെയാണ്. ഇപ്പോൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുക എന്ന് ഖുർആനിൽ പറയുന്നുണ്ടെങ്കിലും അത് എങ്ങനെയാണ്, അതിൻ്റെ രൂപം എന്താണ്, ഓരോ വക്ത് നമസ്കാരത്തിലെയും എത്ര റക്അത്തുകളാണ്, അതിൻ്റെ രൂപവും ഭാവവും എങ്ങനെയാണ് എന്ന് പ്രവാചകരിലൂടെയാണ് പറഞ്ഞു തന്നത്. അങ്ങനെയാണ് കുറേ കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്നാൽ അതുമല്ലാത്ത വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മനുഷ്യന് പ്രത്യേകമായി നൽകിയിരിക്കുന്ന ബുദ്ധിയും ചിന്താശേഷിയും ഒക്കെ ഉപയോഗപ്പെടുത്തി പഠിച്ചെടുക്കേണ്ടതാകുന്നു എന്നലക്കാണ് അത് ഖുർആൻ പറയുന്നുണ്ട്. അതെന്താ? സനുരീഹിം ആയാത്തിന ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ഈ ഖുർആൻ അത് യാഥാർത്ഥ്യമാണ്, സത്യമാണ് എന്ന് ബോധ്യപ്പെടുമാർ വഴിയെ ഈ പ്രപഞ്ചത്തിൽ മുഴുക്കയും മനുഷ്യ സൃഷ്ടിപ്പിലുമൊക്കെ ഒട്ടേറെ അടയാളങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, പ്രമാണങ്ങൾ നാം വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതെന്തിനാ? ഇതിൻ്റെ മറ്റു വശങ്ങൾ കൂടി പഠിക്കാനും മനസ്സിലാക്കുവാനും. എന്നാൽ ഈ ഖുർആൻ ഒരു ശാസ്ത്രം പഠിപ്പിക്കുവാനുള്ള ഗ്രന്ഥമല്ല. അതുകൊണ്ട് ശാസ്ത്രീയമായിരിക്കുന്ന ഫോർമുലകൾ പറയുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. മറിച്ച് പിൽക്കാലത്ത് നമ്മൾ കണ്ടെത്തുന്ന പഠിച്ചു മനസ്സിലാക്കാൻ കഴിയുന്ന പല ശാസ്ത്രീയ സത്യങ്ങളിലേക്കുമുള്ള സൂചനകൾ ഖുർആനിലുണ്ടാവും. അതുപോലെ തന്നെ ഖുർആൻ ഒരു ചരിത്ര ഗ്രന്ഥമല്ല, പക്ഷേ ഖുർആനിൽ ചരിത്രത്തിൻ്റെ കുറേ ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല സംഗതികളും നമ്മൾ വായിച്ചും പഠിച്ചും ചിന്തിച്ചും ആലോചിച്ചും മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ സൂചനകൾ നൽകുകയും എന്നാൽ അതിനപ്പുറത്തുള്ള വിഷയങ്ങൾ കൃത്യമായി കണിശമായി നമുക്ക് ബോധ്യമാകുന്ന വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഒറ്റ വാചകം കൂടി ചേർത്ത് പറഞ്ഞാൽ ഇത് മുഹമ്മദ് നബിക്ക് മാത്രമുള്ളതാണ് അല്ലെങ്കിൽ അറബികൾക്ക് മാത്രമുള്ളതാണ് എന്നൊക്കെ ചില വാദഗതികൾ ഉന്നയിക്കുവാൻ ഖുർആനിലെ ചില ആയത്തുകൾ ഇദ്ദേഹം ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ അവതരണത്തെക്കുറിച്ച് അതിൻ്റെ പ്രാഥമികമായുള്ള അഭിസംബോധന തന്നെ എന്ന് പറഞ്ഞാൽ
ഖുർആൻ ഇറങ്ങുന്നത് റമദാൻ മാസത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സൂറത്തുൽ ബഖറയിൽ ആയത്തുണ്ടല്ലോ, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ആ ആയത്തിൽ തന്നെ പറയുന്നത് ഹുദൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കുമുള്ള മാർഗ്ഗദർശനമാണ് എന്നാണ്. മുഴുവൻ മനുഷ്യർക്കുമുള്ള മാർഗ്ഗദർശനം, അതാണ് പറഞ്ഞു വെച്ചത്. അതോടൊപ്പം തന്നെ മറ്റൊരിടത്ത് പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യന്മാർക്കും വേണ്ടി മാത്രമാണ് താങ്കളെ നാം നിയോഗിച്ചത് എന്നും ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന ആ ഗ്രന്ഥം ഒരേ ഒരു ഭാഷയിലായതാണ് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇവർ ഉന്നയിക്കാൻ ശ്രമിച്ചത്. അങ്ങനെയാണെങ്കിൽ എല്ലാ ഭാഷയിലേക്കും ഇറക്കണ്ടേ? പിന്നെ അതിന് ഞാൻ പറഞ്ഞല്ലോ, ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ അതുപോലും എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അതിൻ്റെ പിന്നാലെ പോകുന്ന പോക്കാണ് ഈ കാറ്റലോഗ് യൂസർ മാനുവലൊക്കെ പറഞ്ഞ ഇങ്ങനെ കെട്ടിപ്പറഞ്ഞു കൂടുന്ന വിഷയതാണ്. അതിൻ്റെ മർമ്മത്രേനുള്ളൂ. യഥാർത്ഥത്തിൽ പിന്നെ അദ്ദേഹം അതിന് വേണ്ടി പറയുന്നുണ്ട്. ഇപ്പോൾ ചൈനക്കാരിറക്കുന്ന ഒരു പ്രൊഡക്റ്റ് അത് ലോകത്ത് ഏതൊക്കെ ഭാഷക്കാരിലെത്തണോ അപ്പോൾ ആ ഭാഷകളിലൊക്കെ അവർ കാറ്റലോഗ് ഇറക്കാറുണ്ടെന്നുള്ളതാണ്. ഇതൊരു ശുദ്ധ അസംബന്ധമാണ് പറഞ്ഞതെന്നുള്ളത് ആ കാര്യങ്ങൾ അറിയുന്ന ആൾക്കറിയാം. കാരണം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ എത്ര ഭാഷ ഉണ്ട്? ഇന്ത്യയിൽ ഏതൊക്കെ സ്റ്റേറ്റിലാണ് പിന്നെ ചൈനീസ് പ്രോഡക്റ്റ് കിട്ടാത്തത്? ഏതെങ്കിലും സ്റ്റേറ്റ് കിട്ടാത്തുണ്ടോ? കേരളത്തിൽ കിട്ടുന്നുണ്ട്, തമിഴ്നാട്ടിൽ കിട്ടുന്നുണ്ട്, കർണാടക കിട്ടുന്നുണ്ട്, അങ്ങനെ എല്ലാ സ്റ്റേറ്റിലും കിട്ടുന്നുണ്ട്. അവിടെയൊക്കെ ഒരുപാട് ഭാഷകളുമുണ്ട്. എന്നിട്ട് ആ പറയുന്ന ഇന്ത്യയിൽ തന്നെയുള്ള എല്ലാ ഭാഷകളിലും ഈ ചൈനീസ് പ്രോഡക്റ്റിന് അതിൻ്റെ കൂടെ ആ ഭാഷകളിലുള്ള പിന്നെ കാറ്റലോഗ് കൊടുക്കുന്നുണ്ടോ? അതോ 3 or 4 ഒക്കെ ഭാഷകളിൽ പ്രധാനമായും കൊടുത്തിട്ട് ബാക്കിയുള്ളവർ അത് പഠിച്ചു മനസ്സിലാക്കട്ടെ എന്ന നിലക്കല്ല കാര്യങ്ങളിൽ അല്ലേ? എന്തിനാണ് ഈ പിന്നെ അസത്യങ്ങൾ ഇങ്ങനെ പെരുപ്പിച്ച് കാണിച്ച് പറഞ്ഞുണ്ടാക്കുന്നത്? അത് അതിൻ്റെ വിഷയം തന്നെയാണ്. അപ്പോൾ അത് ഒരു ഭാഗം. പിന്നെ നമ്മുടെ നാട്ടിൽ എല്ലാ സംഗതികളും പിന്നെ കുട്ടികൾ പഠിക്കുന്നത് നമ്മുടെ മലയാള ഭാഷയിലേക്ക് ഇങ്ങോട്ട് കിട്ടിയതിന് ശേഷമാണോ അതോ മറ്റു ഭാഷകളിലേക്ക് നമ്മൾ അങ്ങോട്ട് പോയിട്ടാണോ? ഇപ്പോൾ ഉദാഹരണം, മെഡിസിൻ പഠിക്കുന്ന കുട്ടികൾ, ആ മെഡിസിനുമായി ബന്ധപ്പെട്ട അവരുടെ ഗ്രന്ഥങ്ങൾ പിന്നെ ഏതെങ്കിലും മലയാളത്തിലുണ്ടോ എന്നുള്ളത് ഇനിയും അന്വേഷിക്കണം. ഉണ്ടോ? അതോ അവർ ഇംഗ്ലീഷ് പഠിച്ചിട്ട് ആ ഇംഗ്ലീഷിലൂടെ ആ സംഗതികൾ പഠിക്കുന്നു? എങ്ങനെയുള്ളത്? അതുപോലെ പലതും പല ഭാഷകളിലുമുള്ള പല വിഷയങ്ങളും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. എൻജിനീയറിങ്ങിനും അതുപോലെ മെഡിസിനുമൊക്കെ പഠിക്കുന്ന മക്കൾക്ക് അവരുടെ പഠിക്കാനുള്ള മീഡിയമായി അവർ സ്വീകരിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്. അല്ലാതെ ആ കൃതികളൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കാൻ, കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ആ കുട്ടികളുടെ ഭാഷയിൽ കൊണ്ട് വെച്ചിട്ടൊന്നുമില്ല. എന്നാൽ ഇവിടെ വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ തന്നെ അവതരിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞാൻ കഴിഞ്ഞതിൽ 1-2 സൂചന പറഞ്ഞിരുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പോലും ഇതിനെ മലയാളീകരിക്കണമെങ്കിൽ കുറേ ബ്രാക്കറ്റുകൾ വേണം നിങ്ങൾ പറഞ്ഞല്ലോ. ആ ബ്രാക്കറ്റുകൾ വേണ്ടി വരുന്നത് കൊണ്ടാണ്, അതിൻ്റെ ആശയവൈപുല്യം കൊണ്ടാണ്. അങ്ങനെ ആശയവൈപുല്യമുള്ള ഒരുപാട് തലങ്ങളിലേക്ക് നമ്മളെ ചിന്തയെ കൊണ്ടുപോകാൻ കഴിയുന്ന ആ നിലക്ക് ഭാഷ ശരിക്കും പഠിച്ചുകൊണ്ട് ചിന്തിച്ചും ആലോചിച്ചും ഖുർആനെ സമീപിക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്ന ഒരു ഭാഷ ആ നിലക്കാണ് ആ ഗ്രന്ഥത്തെ ക്രമീകരിച്ചത്. അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഒരു ഭാഷ തന്നെ ധാരാളമാണ്. ആ ഒരു ഭാഷയല്ലേ നമ്മൾ അഡീഷണൽ പഠിക്കേണ്ടി വരുന്നുള്ളൂ മതം മനസ്സിലാക്കാൻ, മതത്തിൻ്റെ കാര്യങ്ങൾ വ്യക്തമാകാൻ. അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ വീണ്ടും പറയുന്നു, അതിനെ വിമർശിക്കുന്നവരെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അറബി ഭാഷ ശരിക്കും അവഗാഹത്തിൽ തന്നെ തന്നെ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്നാണ് ഇവിടെ പ്രത്യേകമായി എടുത്തു പറയാനുള്ളത്. അല്ലാത്തിടത്തോളം നിങ്ങളോട് തന്നെ അനീതിയാണ് ചെയ്യുന്നത് എന്ന് ആളുകൾക്ക് കൂടി ഇപ്പോൾ ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൂടി ബോധ്യമാകും. അതാണ് അതിൻ്റെ വിഷയം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഓരോ വാദഗതികൾ ഉന്നയിക്കുമ്പോൾ പഴയ വാദഗതികൾ പൊളിഞ്ഞു പോകുന്നത് ശ്രദ്ധിക്കണമെന്നും അതോടൊപ്പം തന്നെ ഈ പിന്നെ വളരെ എക്സാജറേറ്റ് ചെയ്തിട്ട് പല കാര്യങ്ങളും അവതരിപ്പിക്കുകയും അതിലൂടെ തങ്ങളുടെ വാദഗതികൾ പൊളിഞ്ഞു പോവുകയും ചെയ്യുന്നു എന്നുള്ളതും ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ജബ്ബാർ മാഷോട് പ്രത്യേകം പറയാനുള്ളത്. കാരണം അദ്ദേഹം പറഞ്ഞല്ലോ, നമ്മളെയൊക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടി പ്രായമുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാളൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ അവസാന കാലത്തും ഈ വയസ്സുകാലത്തും ഈ അബദ്ധങ്ങളും അതുപോലെ ഈ തട്ടിപ്പുകളും തരികിടകളും അപാകതകളും തന്നെ സംസാരിച്ച് ഈ കൂടെ നിൽക്കുന്ന ആളുകളെങ്ങനെ കണ്ടല്ലോ ഒരു മായാവലയത്തിലാക്കിയിട്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ എന്ന് ഇനിയും ആലോചിക്കാവുന്നതാണ്. ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുക. നിങ്ങൾ ഈ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ 100% സത്യമാണോ, യാഥാർത്ഥ്യമാണോ, വസ്തുതാപരമാണോ? അതല്ല, ഇവിടെ താൻ ഏറ്റെടുത്തിരിക്കുന്ന വിമർശനങ്ങൾ അത് വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പടച്ചുണ്ടാക്കുന്ന കള്ളത്തരങ്ങൾ തന്നെയല്ലയോ എന്ന് ആലോചിക്കാൻ അവസരം കണ്ടെത്തണം എന്നുകൂടി ഈ സമയത്ത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പടച്ചറബ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.